ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. 2024 ക്രിസ്മസ് സമാഗതമായിരിക്കുന്ന ഈ സമയത്ത് ഇടുക്കി വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അനുഗ്രഹീതമായ ക്രിസ്മസ് മംഗളാശംസകൾ ഞാൻ ആദ്യമേ തന്നെ നേരുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ കന്യക മറിയാമിന് ദൂതൻ്റെ അരുളപ്പാട് ലഭിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ദീർഘകാലത്തെ യഹൂദന്മാരുടെ കാത്തിരിപ്പിന് ഒരു സാക്ഷാത്കരണമായിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം സംഭവിച്ചത്. 400 വർഷത്തെ ഒരു ദീർഘമായ കാത്തിരിപ്പ് അവർക്കുണ്ടായിരുന്നു. തങ്ങളുടെ മങ്ങിപ്പോയ പ്രതീക്ഷകൾക്ക് നിറം പകരുന്ന ഒരു മശിഹ, ഒരു രക്ഷകൻ അവരുടെ പ്രാർത്ഥനയായിരുന്നു, അവരുടെ വലിയ പ്രതീക്ഷയായിരുന്നു. ദൈവം അവർക്ക് വേണ്ടി ഒരു രക്ഷകനെ അയക്കും എന്നുള്ളത് അവരുടെ പ്രതീക്ഷകൾക്ക് ദൈവം നൽകുന്ന ഒരു ഉത്തരമായിരുന്നു യേശുവിൻ്റെ ജനനം. ലോകം കണ്ടിട്ടുള്ള, ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു വ്യക്തിത്വമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ആളത്വം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ജഡാവതാരം ചെയ്തതാണ് യേശുക്രിസ്തു എന്ന് നാം വിശ്വസിക്കുന്നു. ക്രിസ്തുമസ് അത് സകല ജനങ്ങൾക്കും വേണ്ടി നൽകപ്പെട്ട ഒരു മഹാസന്തോഷമാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഒരു ഭാഷാ വിഭാഗത്തിനോ ഒരു വർഗത്തിനോ വേണ്ടിയുള്ളതല്ല. ക്രിസ്തു ജനിച്ചത് സകല ജനത്തിനും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുവാനാണ്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകൻ ക്രിസ്തു ജനനത്തെ മുൻകൂട്ടി പ്രവചിക്കുമ്പോൾ പറയുന്നത്, ഇരുട്ടിൽ നടന്ന ജനം ഒരു വെളിച്ചം കണ്ടു എന്നാണ്. നമുക്കറിയാം, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇരുട്ട് കയറുമ്പോൾ തീർച്ചയായും അവർക്ക് സന്തോഷം നഷ്ടപ്പെടും, അവർക്ക് ജീവിക്കുവാനുള്ള ആഗ്രഹം നഷ്ടപ്പെടും, അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടും. അങ്ങനെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്തിന്, സമാധാനവും സന്തോഷവും സ്നേഹവും കുറഞ്ഞു പോകുന്ന ഒരു ലോകത്തിന് യേശുക്രിസ്തുവിൻ്റെ ജനനം പ്രതീക്ഷകളുടെ ഒരു അനുഭവമായിരുന്നു. തീർച്ചയായും 2024 ക്രിസ്മസ് പ്രതീക്ഷ മങ്ങിപ്പോകുന്ന, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കും, എങ്ങനെ മുന്നോട്ട് നടന്നു നീങ്ങും എന്ന് വ്യാകുലപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരു വെളിച്ചത്തിൻ്റെ, പ്രകാശത്തിൻ്റെ, പുതിയ പാതയുടെ സാധ്യതകൾ തെളിയിച്ചു കാണിക്കുന്ന സുദിനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ക്രിസ്തുമസ് ഒരാഘോഷമായി തീരണമെങ്കിൽ മനുഷ്യ മനസ്സിൽ ദൈവിക പ്രകാശം ഉദിക്കണം എന്ന് ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു രാജാവിനെ പ്രതീക്ഷിച്ചിരുന്ന ആ സമൂഹത്തിന് ഒരു കൊട്ടാരത്തിൽ നടക്കേണ്ടുന്ന ഒരു ജനനമായിരുന്നു. അതുകൊണ്ട് തന്നെ 3 വിദ്വാൻമാർക്ക് ഇങ്ങനെ ഒരു വലിയ അത്ഭുത ശിശുവിൻ്റെ ജനനം സംഭവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് ഈ ശിശുവിൻ്റെ ജനനം ഇടം തേടി അവർ യാത്രയാവുന്നത് കൊട്ടാരത്തിലേക്കായിരുന്നു. അവരെ നയിക്കുവാൻ ഒരു നക്ഷത്രം അവർക്ക് നൽകപ്പെട്ടിരുന്നുവെങ്കിലും അവർ വഴിതെറ്റി ചെന്ന് കൊട്ടാരത്തിൽ, ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ഈ ശിശുവിനെ അന്വേഷിക്കുന്നു. എന്നാൽ അത്
അവരുടെ തെറ്റായ അന്വേഷണത്തിൻ്റെ ഫലമായി സംഭവിച്ചത് അനേക കുഞ്ഞുങ്ങളുടെ മരണത്തിന്, 2 വയസ്സിൽ താഴെയുള്ള ആ നാട്ടിലെ അനേക ആൺകുഞ്ഞുങ്ങളുടെ മരണത്തിലേക്ക് അത് വഴിതെളിച്ചു. തെറ്റായ ലക്ഷ്യസ്ഥാനങ്ങൾ. എന്നാൽ നക്ഷത്രം അവരെ യഥാർത്ഥമായ യേശുവിൻ്റെ ജനനയിടമായ പുൽക്കൂട്ടിലേക്ക് നയിക്കുകയാണ്. ആ പുൽക്കൂട്ടിൽ ചെന്നപ്പോഴാണ് ഈ ലോകരക്ഷകൻ്റെ ജനനത്തിൻ്റെ സാധ്യതയും അതിൻ്റെ ദൈവ പദ്ധതിയും അവർ തിരിച്ചറിയുന്നത്. പ്രിയമുള്ളവരെ, യേശു ജനിച്ചത് ഏതൊരു സാധാരണക്കാരനും, ഏതൊരു പാവപ്പെട്ടവനും, ഏതൊരു അംഗീകാരമില്ലാത്തവനും കടന്നു ചെന്ന് ആ ശിശുവിനെ കാണുവാൻ തക്കവണ്ണം പര്യാപ്തമായ ഒരിടമായിരുന്നു. അങ്ങനെ സാധാരണക്കാരുടെ, ലോകത്തിൽ അവഗണിക്കപ്പെടുന്നവരുടെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരുടെ എല്ലാം ഒരു പ്രതീക്ഷയായി, അവർക്കെല്ലാം ജീവിതത്തിൽ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒരു തിരുജനനമായി യേശു കർത്താവിൻ്റെ ജനനം മാറി എന്നുള്ളത് ഈ സമയത്ത് നാം ഓർക്കണം. അതുകൊണ്ട് ഒരു വർഷത്തിൻ്റെ അവസാന സമയത്തേക്ക് വന്നിരിക്കുന്ന ഞാനും നിങ്ങളും, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ യേശു നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോകുന്ന പ്രതീക്ഷകൾക്ക്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സ്വപ്നങ്ങൾക്കും ഒക്കെ നിറം പകരുന്ന ഒരു അനുഭവമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്രകാരം കട്ടപ്പന സെൻറ്റ് ജോൺ CSI പള്ളിയിലെ വികാരി എന്നുള്ള നിലയിൽ ഈ കട്ടപ്പന പ്രദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു വൈദികനായി നിങ്ങളുടെ മുൻപിൽ ഈ ഒരു സന്ദേശം പറയുവാൻ എനിക്ക് അവസരം നൽകിയ ഇടുക്കി വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായ ഒരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ.